പവിത്രതകളേറെ നിറഞ്ഞ പുണ്യമായ ശഅബാൻ 15-ന്റെ രാവ് ബറാഅത്ത് രാവ് നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ്. ബറാഅത്ത് രാവിലെ ശഅബാൻ 15-ന്റെ പുണ്യമായ രാവിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട നമ്മുടെ തലമുറയായി കാരണവന്മാരെ തൊട്ട് പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന പുണ്യമായ ഒരു അമലാണ് 3 യാസീൻ ഓതുന്ന പുണ്യമായ ആ കാര്യം അല്ലേ. അപ്പോൾ ഈ 3 യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയമാണ്. യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്? അസർ കഴിഞ്ഞാണോ? മഗ്രിബ് കഴിഞ്ഞാണോ? ഇശാ കഴിഞ്ഞാണോ? ഉസ്താദെ ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഉസ്താദെ ഈ യാസീൻ ഓതുന്ന സമയത്ത് ഏതൊക്കെ നിയ്യത്തുകളാണ് വെക്കേണ്ടത്? ഒന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടി? രണ്ടാമത്തെ യാസീൻ എന്തിനു വേണ്ടി? അങ്ങനെ ചോദിച്ച ആളുകളുണ്ട്. അതുപോലെ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞു പോയി, അപ്പോൾ എന്ത് ചെയ്യും? വുളു എടുത്തിട്ട് വന്നിട്ട് ആദ്യം മുതൽ ഓതണോ അതോ ബാക്കി ഓതിയാൽ മതിയോ? അങ്ങനത്തെ ഒരു സംശയം. പിന്നെയോ ഉസ്താദെ ഞങ്ങൾക്ക് യാസീൻ ഓതാൻ അറിയില്ല, ഞങ്ങൾ മദ്രസയിലൊന്നും കൂടുതൽ പോയിട്ടില്ല, യാസീൻ ഓതാൻ അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ ഏകദേശ സംശയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറുപടി കൃത്യമായി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ഓതട്ടെ, എല്ലാവരും അതിൻ്റെ പുണ്യം കരസ്ഥമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അല്ലാഹു എല്ലാം മാറ്റി ഇരുലോക വിജയം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ പരിശുദ്ധമായ ഈ ശഅബാനിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് പുണ്യമായ രാവുകൾ നമ്മളിലേക്ക് വരാനിരിക്കുന്നു. ആ സമയത്തൊക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതൊക്കെ അള്ളാഹു സ്വീകരിച്ച് അവസാനം സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ 15-ാം രാവ് ബറാഅത്ത് രാവ് മഗ്രിബോട് കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ബറാഅത്ത് രാവ് ഉള്ളത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഫെബ്രുവരി 3 നമ്മളെല്ലാവരും ശഅബാൻ 15-ന്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താണ്? ബറാഅത്ത് രാവാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ ചൊവ്വാഴ്ച പകൽ നമ്മൾ ശഅബാൻ 15-ന്റെ നോമ്പ് നമ്മൾ പിടിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നല്ല രൂപത്തിൽ നമുക്ക് ഈ പ്രാവശ്യം നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ 3 യാസീൻ ഓതാനും മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായി പറയുന്നത് ആ 3 യാസീൻ ഓതുന്ന ആ ഒരു പുണ്യമായ അമൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. ബറാഅത്ത് രാവിൽ ഓതുന്ന 3 യാസീൻ. ആ 3 യാസീൻ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലർക്കും പല സംശയങ്ങളുണ്ട്, അത് എപ്പോഴാണ് ഓതേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ. വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഉസ്താദെ എപ്പോഴാണ് ഈ ബറാഅത്ത് രാവിലെ 3 യാസീൻ നമ്മൾ ഓതേണ്ടത്? അതിൻ്റെ ടൈം എപ്പോഴാണ്? അസറിന് കഴിഞ്ഞാണ്, അതായത് തിങ്കളാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് തിങ്കളാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണോ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണോ എന്ന് പലരും ചോദിച്ചിരുന്നു. നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന പുണ്യമായ ഒരു കിതാബുണ്ട്. ആ കിതാബിലൊക്കെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ കാണാൻ പറ്റും. ബൈനൽ മഗ്രിബി വൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അവിടെ തന്നെ കാണാം ആ ഓതുന്ന ഓത്തിൽ തുടരെയായി ഓതുക. അതായത് ഒരു യാസീൻ ഓതി കുറച്ച് ചായക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ അടുത്ത യാസീൻ, അങ്ങനെയല്ല. ഒരു യാസീൻ ഓതുക, അത് കഴിഞ്ഞ പിന്നെ അടുത്ത യാസീൻ ഓതുക, അത് കഴിഞ്ഞ പിന്നെ അടുത്ത 3 യാസീനും തുടരെ ഓതലാണ് ഏറ്റവും നല്ലത്. ആ ഓരോ യാസീൻ ഓതുന്നതിൻ്റെയും ഇടയിൽ മറ്റ് അന്യ സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് നിർബന്ധമാണെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു യാസീൻ ഓതിക്കഴിഞ്ഞു, പെട്ടെന്നൊരു വിരുന്നുകാർ നമ്മുടെ വീട്ടിലേക്ക് വന്നു, അപ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ ഞാൻ യാസീൻ ഓതുവാണ്, അങ്ങനെയല്ല. അപ്പോൾ അവരെ വിളിച്ചിരുത്തി അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് നമുക്കൊരു ഉദ്റാണ് അല്ലേ, പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി, അപ്പോൾ ഇനി ഒളു പോയി എന്ന് വിചാരിക്കുക, ഒളു മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് പോവുക, മൂത്രമൊഴിക്കാൻ പോയി ഒളുവൊക്കെ എടുത്തിട്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ ഒരു യാസീൻ ഓതി കഴിഞ്ഞപ്പോൾ അർജന്റ് ഒരു കോള് വന്നു, ഒരു ഫോണിൽ ഒരു കോള് വന്നു, നമ്മളത് അറ്റൻഡ് ചെയ്തു. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അല്ലാത്ത അന്യമായ സംസാരങ്ങൾ, വേണ്ടാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ യാസീൻ തുടരെ തന്നെ ഓതലാണ് ഏറ്റവും നല്ലത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം,
കാര്യം, നമ്മുടെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ 3 യാസീൻ ഓതുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഉമ്മമാർ വീട്ടിലായിരിക്കും, വാപ്പമാർ പലപ്പോഴും പള്ളിയിലായിരിക്കും, പള്ളിയിൽ ഇരുന്നാണ് ഓതേണ്ടത്. പുരുഷന്മാർ എന്ത് ചെയ്യുക, പള്ളിയിൽ തന്നെ പോവുക. പല പള്ളികളിലും പല വ്യത്യാസം ഉണ്ടാകും. ചില മഹല്ലത്ത് പള്ളികളിൽ മഗ്‌രിബ് കഴിഞ്ഞ് ആയിരിക്കും ഓതുക, എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു യാസീൻ ഓതി ബാക്കി 2 യാസീൻ വീട്ടിൽ പോയി ഓതാൻ ഉസ്താദ് പറയുന്ന ഒരു രൂപമുണ്ട്. കാരണം വീട്ടിലും അതിൻ്റെ ഒക്കെ ബറക്കത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. ഇനി വീട്ടിൽ പോയി ഓതേണ്ടവർക്ക് വീട്ടിൽ പോയി ഓതാം, അല്ലെങ്കിൽ ബാക്കി 2 യാസീൻ പള്ളിയിൽ തന്നെ വെച്ച് ഓതാം. അപ്പോൾ ഒരു യാസീൻ നമ്മൾ ഓതി, എല്ലാവരും കൂടി എല്ലാവരും കൂടി നമ്മൾക്ക് ദുആ ചെയ്തു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ 2 യാസീൻ ഇനി ഓതാനുണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ഓതുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2ാമത്തെ യാസീനും ഓതിക്കഴിഞ്ഞു. 3ാമത്തെ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ ഇശാ ബാങ്ക് വിളിച്ചു. അത് നമുക്ക് സംഭവിക്കാം. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഞങ്ങൾ യാസീൻ ഓതുമ്പോൾ ഒരു 3ാമത്തെ യാസീൻ ഓതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പകുതിയാകുമ്പോൾ തീരുന്നതിന് മുമ്പ് ഇശാ ബാങ്ക് വിളിച്ചു, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ഇശാ ബാങ്ക് വിളിച്ചു, അതിൻ്റെ ഇജാബത്ത് കൊടുക്കുക. ഇശാ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെയൊക്കെ ദുആ ചെയ്തിട്ട് ബാക്കി യാസീൻ പൂർത്തിയാക്കുക. എന്നിട്ട് നമ്മൾ ഇശാ നിസ്കാരത്തിലേക്ക് പോവുക. അതാ ചെയ്യാനുള്ളൂ. അല്ലാതെ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് പിന്നെ അതിൽ ബേജാറാവേണ്ട കാര്യം ഒന്നുമില്ല. അപ്പോൾ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് കാണാം. ഇനി മറ്റ് ചില കിതാബുകളിലൊക്കെ അതല്ല, അത് അസർ നിസ്കാരം കഴിഞ്ഞ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ ബറാഅത്ത് രാവ് വരുന്നത് എപ്പോഴാണ്? തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടിയല്ലേ. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ ഓതുന്ന പല പള്ളികളുമുണ്ട്. ഇപ്പം നമ്മുടെ പള്ളി ഉൾപ്പെടെയുള്ള പല പള്ളികളിലൊക്കെ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഒരു യാസീൻ എല്ലാവരും കൂടി ഓതും. ബാക്കിയുള്ള 2 യാസീൻ വീട്ടിൽ പോയിരുന്ന് ഓതുന്ന ആളുകളുണ്ട്, അല്ലാതെ പള്ളിയിൽ തന്നെ ഇരുന്ന് ഓതുന്നവരുണ്ട്. ചിലപ്പോൾ അസർ കഴിഞ്ഞ 1 യാസീനും മഗ്‌രിബ് കഴിഞ്ഞ 2 യാസീനും അങ്ങനെ ഓതുന്നവരുണ്ട്. അസർ കഴിഞ്ഞ 2 യാസീനും മഗ്‌രിബ് കഴിഞ്ഞ 1 യാസീനും ഓതുന്നവരുണ്ട്. അപ്പോൾ ഒന്നുകിൽ അസർ നിസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞോ ഏത് സമയമാണോ നമുക്ക് പറ്റുന്നത് ആ സമയത്ത് നമുക്ക് ഓതാം. എപ്പോൾ ഓതിയാലും യാസീനാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ പുണ്യമാണ് നമുക്ക് കിട്ടുക. ഇനി എൻ്റെ ഉമ്മച്ചിമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അസ്രൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓതൽ ഒരു പ്രയാസമുണ്ടാകും. പ്രയാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വീട്ടുജോലിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. സാധാരണ എല്ലാ ജോലിയൊക്കെ ഒതുക്കി മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി പായിലേക്ക് കയറി ഒതുവൊക്കെ എടുത്ത് മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് ഇശാ വരെ ഖുർആനൊക്കെ ഓതുന്ന ഒരുപാട് ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് ആ സമയത്താണ് ഓതാൻ പറ്റുന്നതെങ്കിൽ ആ സമയത്ത് ഓതിയാൽ മതി, കുഴപ്പമില്ല. അസർ നിസ്കാരം കഴിഞ്ഞ് തന്നെ ഓതണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സൗകര്യമനുസരിച്ച് ഒന്നെങ്കിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടോ നമ്മൾ ഓതാൻ പ്രത്യേകം മറന്നു പോകരുത്. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴേ നമ്മൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തുക. അസർ നിസ്കാരം കഴിഞ്ഞാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുക. ആ സമയത്ത് വേറെ തിരക്കൊന്നും വരാതിരിക്കാൻ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാം. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഓതുന്നവർക്ക് അങ്ങനെയും ഓതാം, കുഴപ്പമില്ല കേട്ടോ. പല പള്ളികളിലും പല വ്യത്യാസമുണ്ടാകും. മിക്ക പള്ളികളിലും അസർ നിസ്കാരം കഴിഞ്ഞ് ഓതുന്നവരുണ്ട്. ചിലപ്പോൾ ചില പള്ളികളിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടമായിട്ട് സിയാറത്ത് ചെയ്യാൻ പോകുന്ന പരിപാടിയുണ്ട് അല്ലേ. പള്ളിപ്പറമ്പിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായ സിയാറത്ത് നടത്താൻ പോകുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, അതും കൊള്ളാം, അതും നല്ല ഒരു കാര്യമാണ്. അപ്പോൾ പലരും കളിയാക്കാറുണ്ട്. ഈ ഹൈന്ദവരായ സഹോദരന്മാർ അവർ ഈ ശിവരാത്രിയുടെ അന്ന് പിതൃതർപ്പണം നടത്താറുണ്ട്. പിതൃതർപ്പണം, മരിച്ചുപോയ അവരുടെ അച്ഛന്മാർ പ്രപിതാക്കന്മാർ അവർ കാക്കയുടെ രൂപത്തിലൊക്കെ വരും അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം, പിതൃതർപ്പണം എന്നൊക്കെ പറഞ്ഞുള്ളൊരു ചടങ്ങൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ചടങ്ങാണല്ലോ മുസ്ലിയാക്കന്മാർ പറയുന്നവർക്ക് അങ്ങനെ പറയാം. ഇവിടെ ഒരു പിതൃതർപ്പണവും ഇല്ല, ഒന്നുമില്ല. മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ ബന്ധുമിത്രാദികൾ അവരുടെ അടുക്കൽ പോയിട്ട് അവരുടെ കബറിങ്ക ചാര ചെന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതേ ഇവിടെയുള്ളൂ. അല്ലാതെ ചില ആൾക്കാർ പറയും പോലെ പിതൃതർപ്പണമോ അങ്ങനെ ഒന്നുമല്ല അത് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പല പള്ളികളിലും കൂട്ടമായിട്ടിരുന്ന് ഒരു യാസീൻ ഓതും. 3 യാസീനും ഓതുന്ന പള്ളികളുണ്ട്. അങ്ങനെയുണ്ട്. 3 യാസീനും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഓതുന്ന പള്ളികളുമുണ്ട്. അങ്ങനെ ഓതുന്നവർക്ക് അങ്ങനെ ഓർക്കാം. കാരണം ഞാനിത് പറയുന്നത് നമ്മുടെയൊക്കെ പള്ളികളിൽ വ്യത്യസ്തമായ ഒരു രൂപമാണ് ഈ യാസീൻ ഓതുമ്പോൾ. ഇപ്പം എന്തിന് വേറെ ഈ നിസ്കാരത്തിൻ്റെ ടൈമിൽ തന്നെ പല പള്ളികളിലും വ്യത്യാസമില്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തെ പള്ളിയിൽ 6:30 മഗ്‌രിബ് വാങ്കെങ്കിൽ ഇപ്പുറത്ത് 6:33 അപ്പുറത്തെ പള്ളിയിൽ ചിലപ്പോൾ 6:40 അപ്പോൾ ഓരോ ജില്ലകൾ മാറുമ്പോൾ ഓരോ സ്ഥലങ്ങൾ മാറുമ്പോൾ നിസ്കാരത്തിൻ്റെ ടൈമിൽ വ്യത്യാസമുള്ളതുപോലെ ഓരോ നാട്ടിലും അവരുടേതായ പാരമ്പര്യം കൊണ്ട് അവരുടേതായ ആ ചര്യകൾ കൊണ്ട് കാരണവന്മാർ നടത്തി വരുന്ന പല വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ഹദ്ദാദ് റാത്തീബ് മിക്ക പള്ളികളിലും
ഇശാ നിസ്കാരം കഴിഞ്ഞായിരിക്കും. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദുള്ള പള്ളിയുണ്ട്. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ ഹദ്ദാദ് നടക്കുന്ന പള്ളിയുണ്ട്. ചില പള്ളികളിൽ ഇശാ ബാങ്ക് വിളിച്ച് ജമാഅത്തിന് മുമ്പ് ഹദ്ദാദ് നടക്കുന്ന പള്ളികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പള്ളിയിൽ ചെന്നിട്ടോ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നമുക്കവിടെ ആളാവാൻ പറ്റൂല. കാരണം ഓരോ പള്ളികളിലും ഓരോ വ്യത്യസ്തമായ രൂപമാണ്. എന്നതുപോലെ ഈ യാസീൻ ഓതുന്ന സമയത്തും നമുക്കിങ്ങനെ പല പള്ളികളിലും വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഏത് സമയത്ത് ഓതിയാലും പുണ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് ഉമ്മമാരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടൈമിന്റെ കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത്, ഈ 3 യാസീൻ നമ്മൾ ഓതാറുണ്ട് അല്ലേ? ഈ 3 യാസീൻ ഏതൊക്കെ നിയ്യത്തിലാണ് ഓതേണ്ടത്? ഒന്നാമതായി നമ്മൾ ആദ്യമായി ഓതുന്ന യാസീൻ അത് ഏതിനു വേണ്ടിയാ? നമുക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അതുപോലെ ഉമ്മമാരാണെങ്കിൽ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, പേരക്കുട്ടി, ആരെല്ലാം നമ്മുടെ കുടുംബാദികളിലുണ്ടോ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് വേണം. വെറും ദീർഘായുസല്ല, ആഫിയത്ത്, അതായത് ആരോഗ്യമുള്ള ദീർഘായുസ് വേണം. വെറുതെ ഇങ്ങനെ ഒരുപാട് നാൾ ജീവിച്ചു പോവലല്ല, മറിച്ച് ജീവിക്കുന്ന കാലത്തോളം ആഫിയത്ത്, ആരോഗ്യമുണ്ടാവണം. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന, ഒന്ന് ബാത്റൂമിൽ പോവാൻ മക്കളെ വിളിക്കേണ്ടി വരുന്ന, ഒരു ബാത്റൂമിൽ പോവാൻ ഭാര്യയെ വിളിക്കേണ്ടി വരുന്ന, ഒന്ന് ബാത്റൂമിൽ പോവാൻ ഭർത്താവിനെ വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ലാതെ അള്ളാഹുവെ മരിക്കുന്നതുവരെ സ്വന്തമായി ആ മലമൂത്ര വിസർജനത്തിന്റെ കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യണം, കുറഞ്ഞ പക്ഷമെങ്കിലും അങ്ങനെ മനസ്സിൽ കരുതി ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി എനിക്ക് കിട്ടണം. ആ ഒരു നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു യാസീൻ ഓതുക. ആദ്യം നിയ്യത്ത് വെക്കുക. എങ്ങനെ? പടച്ചവനെ, ഞാനൊരു യാസീൻ ഓതാൻ പോവുകയാ. ഈ യാസീൻ ഞാൻ എന്തിനു വേണ്ടിയാണ് ഓതുന്നത്? എനിക്കും എൻ്റെ കുടുംബാദികൾ എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടണം ഇൻഷാ അല്ലാഹ്, അത് ഞാൻ കരുതിയിട്ട് യാസീൻ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അഊദും ബിസ്മിയൊക്കെ ഓതിയിട്ട് സൂറത്ത് യാസീനിലേക്ക് കടക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ നീ ആദ്യം നിയ്യത്ത് വെക്കുക, പിന്നെ അഊദ് ഓതുക, പിന്നെ ബിസ്മി ഓതുക, എന്നിട്ട് യാസീൻ സൂറത്ത് മുഴുവനായും നല്ല രൂപത്തിൽ പാരായണം ചെയ്യുക. വഇലൈഹി തുർജഊൻ എന്ന അവസാനം നമ്മൾ സൂറത്ത് യാസീൻ്റെ അവസാനത്തെ വാക്ക് പറഞ്ഞിട്ട് പിന്നെയോ സ്വദഖല്ലാഹുൽ അലീം എന്ന് കുറഞ്ഞ പക്ഷമെങ്കിലും പറയുക. എന്നിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ അത്ര യാസീൻ ഓതിയല്ലേ, ദാഹിക്കുന്നുണ്ടാകും, വെള്ളം കുടിക്കാം, അല്ലാതെ ദുന്യവിയായ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ പിന്നെന്ത് ചെയ്യുക? നമ്മൾ അടുത്ത യാസീൻ ഓതുക. അടുത്ത യാസീൻ, രണ്ടാമത്തെ യാസീൻ നമ്മൾ എന്തിനു വേണ്ടിയാ? നമ്മുടെ റിസ്ക് വിശാലമായി കിട്ടാൻ. അള്ളാഹുവേ, ഞാനിത് അടുത്ത യാസീൻ ഓതുന്നുണ്ട്, എനിക്കും എൻ്റെ കുടുംബാദികൾ എല്ലാവർക്കും, എൻ്റെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടി എല്ലാവർക്കും അള്ളാഹുവേ റിസ്ക് നീ വിശാലമാക്കി തരണം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അത് നമ്മൾ ഇന്ന് ആ ഓതുന്ന ദിവസത്തിൽ മാത്രമല്ല, ഇനി വരുന്ന ഒരു വർഷമാണ്, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്ന് ചെയ്തു വെക്കുന്നത്. അള്ളാഹുവേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, അള്ളാഹുവേ, ഞാൻ കുടിക്കുന്ന വെള്ളം, എൻ്റെ വസ്ത്രം, എൻ്റെ വീട്, ഇതൊക്കെയാണ് റിസ്ക് എന്നതിൻ്റെ ആ അറബി വാക്കിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. അള്ളാഹുവേ, ഈ റിസ്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നീ വിശാലമാക്കി തരണം, റിസ്ക് വിശാലമാക്കി തരണം. അതിനു വേണ്ടി ഞാനിതാ ഒരു യാസീൻ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് അഊദ് ഓതുക, ബിസ്മി ഓതുക, സൂറത്ത് യാസീൻ മുഴുവനായും പാരായണം ചെയ്യുക. എന്നിട്ടോ അവസാനം സ്വദഖല്ലാഹുൽ അലീം എന്ന് പറയുക. എന്നിട്ട് മൂന്നാമതായി നമ്മൾ യാസീൻ ഓതുന്നു. അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവേ, എനിക്ക് നല്ല മരണം കിട്ടണം, എനിക്ക് നല്ല മരണം കിട്ടണം. അല്ലേ, നമ്മളൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലും മരിച്ചു പോവേണ്ടവരല്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി എനിക്ക് മരിക്കണം. അതോടൊപ്പം തന്നെ എന്നിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ വല്ലുപ്പ, വല്ലുപ്പാടെ വല്ലുപ്പ, വല്ലുപ്പാടെ വല്ലുപ്പാടെ വല്ലുപ്പ, അതുപോലെ എൻ്റെ വല്ലുമ്മ, വല്ലുമ്മാടെ ഉമ്മ, ഉമ്മാടെ ഉമ്മ, അതുപോലെ എൻ്റെ ബന്ധുമിത്രാദികളിൽ പലരും ഖബറിലാണ്. റബ്ബേ, അള്ളാഹുവേ, ആരെല്ലാം എൻ്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി, ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഒരു യാസീൻ ഓതുന്നു. ഇതാണ് മൂന്നാമത്തെ നിയ്യത്ത്. ആ നിയ്യത്ത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അഊദും ബിസ്മിയൊക്കെ ഓതിയിട്ട് നമ്മൾ മൂന്നാമത്തെ യാസീൻ ഓതുക. അപ്പോൾ യാസീൻ ഓതുന്നതിന് ഒരുപാട് പുണ്യമുണ്ട്. ഒരു മനുഷ്യൻ യാസീൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന 10-15ഓളം വരുന്ന പ്രതിഫലങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഇനി വിശദീകരിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. തൽക്കാലം ഒരുപാട് പ്രത്യേകതയുണ്ട് അല്ലെ. സൂറത്ത് യാസീൻ എന്താണോ നമ്മൾ മനസ്സിൽ കരുതി ഓതുന്നത്, ആ ഒരു ഓതലിൻ്റെ നല്ല നീയത്തനുസരിച്ച് അള്ളാഹു അത് നമുക്ക് നിർവഹിച്ചു തരുമെന്നാണ്. മാത്രമല്ല, ഒരു മനുഷ്യൻ അവൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതൊക്കെ മാറ്റിത്തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് ആ ഒരു നീയത്തിൽ ഓതിയാൽ അള്ളാഹു താല ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണേർ, സിഹിർ, അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാനും, നമ്മുടെ
നമ്മുടെ മനസ്സിൽ ഒരു നല്ല ഒരു ഉദ്ദേശമുണ്ട്, അത് ഖൈറായി നമുക്ക് അടുത്ത് കിട്ടണം, അതിനും യാസീൻ ഓതും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൂറത്ത് യാസീൻ ഓതിയാൽ ഒരുപാട് പുണ്യങ്ങളാണ്. ഖൽബുൽ ഖുർആൻ എന്നാണ്, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീനും. അപ്പോൾ ആ ഹൃദയമാകുന്ന യാസീനിനെ നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്കും ഇൻഷാ അല്ലാഹ് ഒരുപാട് പുണ്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്നതാണ്. ഇനിയുണ്ട് കേട്ടോ സൂറത്ത് യാസീന്റെ പ്രത്യേകത. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ സൂറത്ത് യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്, ആ 3 യാസീൻ ഏതൊക്കെ നിയ്യത്തിലാണ് ഓതേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു ചർച്ചയിലേക്ക് നമ്മൾ വരികയാണ്. പല ഉമ്മമാരും പല സഹോദരിമാരും ഇപ്പോഴേ ഭയങ്കര വിഷമത്തിലാണ്. ഉസ്താദെ, ഞങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയമാണ്, തിങ്കളാഴ്ചയും ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റൂല, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടാകും. അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾ, ഉസ്താദെ ഞങ്ങൾക്ക് മദ്രസയിലൊന്നും പോയിട്ടില്ല, ഞങ്ങൾ ഉസ്താദ് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളും കുറച്ച് ദിക്റും സ്വലാത്തും മസലയൊക്കെ അറിയാം, പക്ഷേ സൂറത്ത് യാസീൻ ഒന്നും മുഴുവനായിട്ട് ഓതാൻ ഞങ്ങൾക്ക് അറിയില്ല, കണ്ടു ഓതാൻ അറിയില്ല, കാണാതെ അറിയില്ല, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് സൂറത്ത് യാസീൻ ഓതാൻ അറിയില്ലല്ലോ എന്നൊക്കെ വിഷമിക്കുന്ന പല ആളുകളും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളൊന്നും ഒരു വിഷമവും വേണ്ട. സൂറത്ത് യാസീൻ നമുക്ക് ഓതാൻ പറ്റുന്നില്ല, നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഓതാൻ അറിയില്ല, രണ്ടു കൂട്ടരും വിഷമിക്കേണ്ട. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന പരിപാവനമായ ഈ ബറാഅത്ത് രാവിൽ നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്ന നമ്മുടെ ഈ ചാനലിൽ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ സൂറത്ത് യാസീൻ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമ്മൾ നിയ്യത്ത് പറഞ്ഞ് നമ്മൾ യാസീൻ ഓതുന്നുണ്ട്. ആ യാസീൻ ഓതുന്ന സദസ്സ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ഓതാൻ അറിയില്ലാത്ത ആളുകൾ ഉണ്ടാകുമല്ലോ, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഓതാതിരിക്കണ്ട. ഞാൻ ഓതുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനെ ഓതാം. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, നമ്മൾ ഓതുന്നത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം പടച്ച റബ്ബ് തരുന്നതാണ്, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ നമ്മൾ ഈ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇപ്പോൾ നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ ഓതുമ്പോൾ നമ്മൾ സ്ക്രീനിൽ യാസീൻ സൂറത്ത് ഇങ്ങനെ കാണിച്ചിട്ടാണ്, അല്ലെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ക്രീനിലേക്ക്, ആ ആയത്തിലേക്കൊന്ന് നോക്കൽ പോലും പുണ്യമാണ്. ആ ഓതുന്ന സമയത്ത് ആ സ്ക്രീനിലേക്ക് നമ്മളിങ്ങനെ നോക്കി ആ സൂറത്തുകൾ നോക്കി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ആ സൂറത്ത് യാസീൻ ഓതുമ്പോൾ നമ്മുടെ ഓത്ത് കേട്ടിട്ട് നമ്മൾ ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ഖുർആൻ നോക്കി, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ നോക്കി നിങ്ങൾ ഓതുക, എൻ്റെ കയ്യിലുള്ള ഖുർആൻ നോക്കി ഞാനും ഓതും. അപ്പോൾ ആ നോക്കി ഓതുക എന്നതിൻ്റെ പുണ്യമായ ആ ഒരു പ്രതിഫലം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ യാസീൻ ഓതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് യാസീൻ ഓതാൻ പറ്റൂല ഉസ്താദെ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷമിക്കാതിരിക്കാനുള്ള ടിപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നിസ്കാരമില്ലാത്ത ആളുകളുണ്ടാകും, അവരെ പരിഗണിച്ചുകൊണ്ട് പറയട്ടെ, നമുക്ക് സ്വലാത്ത് അറിയാലോ, അല്ലെ, സ്വലാത്ത് നമുക്ക് ഒരുപാട് അറിയാം. ആ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ദുആ, അല്ലെ, അല്ലാഹുവേ 3 യാസീൻ ഇന്ന് ഓതേണ്ടതാണ്, എനിക്ക് ഈ ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്ക് ഓതാൻ പറ്റുന്നില്ല. റബ്ബേ 3 കാര്യങ്ങളാണല്ലോ യാസീനിൽ ഞങ്ങൾ പ്രത്യേകം കരുതുന്നത്. ഒന്നാമത്തേത് ദീർഘായുസിന് വേണ്ടിയാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. രണ്ടാമത്തേത് റിസ്ക് വിശാലമാവാനാണല്ലോ, അല്ലാഹുവേ റിസ്ക് നീ വിശാലമാക്കി തരണേ അല്ലാ. മൂന്നാമത്തേത് മരണപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ, റഹ്മാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ എന്നൊക്കെ ദുആ ചെയ്യാൻ പറ്റുമല്ലോ. ദുആ എടുക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ. അപ്പോൾ ദുആ പരമാവധി എൻ്റെ ഉമ്മമാരും അതുപോലെ ഉപ്പമാരും അധികരിപ്പിക്കുക. പിന്നെയോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ദിക്റുകൾ നമുക്ക് പറയാമല്ലോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഒരു ദിക്ർ നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ പറയേണ്ട ഒരു രാവാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അതും നമുക്ക് അധികരിപ്പിക്കാം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, അറിയാവുന്ന ദിക്റുകളൊക്കെ ആ സമയത്ത് നമ്മൾ അധികരിപ്പിക്കുക. ഇനി മറ്റൊരു സംശയം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഇത് കാണാതെ ഞങ്ങൾക്ക് സൂറത്ത് യാസീൻ അറിയാം, അപ്പോൾ ഞങ്ങൾ കാണാതെ ഓതിയാൽ മതിയോ അതോ കണ്ടു തന്നെ ഓതണോ? ഏറ്റവും നല്ലത് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ആ സൂറത്ത് യാസീൻ കണ്ടു തന്നെ ഓതലാണ് ഏറ്റവും പുണ്യമുള്ളത്. അത് യാസീൻ എന്ന് മാത്രമല്ല, നമുക്ക് ഏത് സൂറത്ത്, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് സൂറത്താണെങ്കിലും ഓതുന്ന സമയത്ത് അത് ഖുർആൻ നോക്കി ഓതുമ്പോൾ അതിന് ഭയങ്കര പുണ്യമുണ്ടെന്നാണ്.
ഭയങ്കര പുണ്യമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അങ്ങനെ നോക്കി ഓതലാണ് ഏറ്റവും നല്ലത്. കാണാതെ ഓതിയാലും കുഴപ്പമില്ല. ഉസ്താദെ, ഫോണിൽ നോക്കി ഓതാമോ? ഖുർആൻ തന്നെ നോക്കി ഓതണോ? ഖുർആനിൽ നോക്കി ഓതലാണ് നല്ലത്. ഫോണിൽ നോക്കി ഓതിയാലും ഓത്തൊക്കെ ശരിയാകുന്നതാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഉസ്താദെ, ഞങ്ങൾ ഈ തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടിയല്ലേ എന്ത് വരുന്നത്, ഈ ബറാഅത്ത് രാവ് വരുന്നത്. അന്ന് ഞങ്ങൾക്ക് അർജന്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് രാത്രി നൈറ്റാണ് ഡ്യൂട്ടി ഉള്ളത്, ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഖുർആൻ ഓതാനൊന്നും സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ ഞങ്ങളൊരു യാത്രയിലായിരിക്കും, ഫ്ലൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും. അവിടെയൊക്കെ നമുക്ക് ഓതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഓതാൻ പറ്റാത്തൊരു അവസരം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ തലേന്ന് ബറാഅത്ത് രാവിൻ്റെ എന്ന് ഞങ്ങൾക്ക് യാസീൻ ഓതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പറ്റൂല, ഞങ്ങൾക്ക് പിറ്റേന്ന് പകൽ, അതായത് ശഅബാൻ 15 പകലിൽ യാസീൻ ഓതിയാൽ മതിയാകുമോ എന്ന് ചോദിച്ചവർ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പിറ്റേന്ന് പകലിൽ ഓതിയാലും മതി. പക്ഷേ ഏത് കാര്യത്തിനും അതിൻ്റേതായ സമയത്ത് ചെയ്താലാണ് പുണ്യം കൂടുതൽ കിട്ടുക. ഞാനിവിടെ പറഞ്ഞത് പ്രതിഫലമൊന്നും കിട്ടൂല എന്നല്ല, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും പ്രതിഫലം കിട്ടും. നമുക്ക് തലേന്ന് ഓതാൻ പറ്റിയില്ല, നമ്മുടെ കാരണം കൊണ്ടല്ല, എന്തോ നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാരണം വന്നു, നമുക്ക് തലേന്ന് ഓതാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് പിറ്റേന്ന് പകലിലും നമുക്ക് ഓതാം. 3 യാസീൻ കരുതി ഓതിയാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു അല്ലേ പ്രതിഫലം തരുന്നത്, അള്ളാഹ്ക്ക് നമ്മുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് പടച്ചവൻ അതിൻ്റെ പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഉസ്താദെ, ഞങ്ങൾ ഈ യാസീൻ ഓതിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ചീരണി കൊടുക്കുന്ന പതിവ് അത് വേണോ? ചീരണി കൊടുക്കണോ? സാധാരണ ഈ മരിച്ച വീട്ടിൽ മരിച്ച വാപ്പാൻ്റെ ആണ്ട് അല്ലെങ്കിൽ ഉമ്മാൻ്റെ 40 അതിനൊക്കെ യാസീൻ ഓതിക്കഴിയുമ്പോൾ ചീരണി കൊടുക്കാറുണ്ട്. ഇതിന് ഈ 3 യാസീൻ ഓതിക്കഴിഞ്ഞ് അങ്ങനെ ചീരണി കൊടുക്കുന്ന എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? കൊടുക്കുന്നവർക്ക് കൊടുക്കാം, നല്ലതാണ്. കാരണം വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സദസ്സ് അതൊരു സന്തോഷത്തിൻ്റെ സദസ്സാണ്, മലക്കുകളുള്ള സദസ്സാണ്. അപ്പോൾ ആ യാസീനൊക്കെ ഓതിക്കഴിഞ്ഞ് വീട്ടിലാണ് നമ്മൾ യാസീൻ ഓതുന്നത്, അല്ലെങ്കിൽ പള്ളിയിലാണ് യാസീൻ ഓതുന്നത് എങ്കിൽ അവിടെ ആ യാസീനൊക്കെ ഓതി ഒന്ന് ദുആയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മധുരം, അതൊരു സന്തോഷമാണ് അല്ലേ? മധുരം കൊടുക്കുക, ഈത്തപ്പഴമാവട്ടെ, ലഡു ആവട്ടെ, അല്ലെങ്കിൽ എന്താണോ നമുക്ക് പായസമാവട്ടെ. അങ്ങനെ ഇപ്പോൾ പള്ളികളിലേക്ക് ഈ കിണ്ണത്തപ്പം എന്ന് പറഞ്ഞ അപ്പം ഉണ്ട്, പല നാട്ടിലും പല പേരാണ്. മുറിച്ചൊക്കെ വെക്കുന്ന അപ്പം, അത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ കൊടുക്കാറുണ്ട്, പായസം കൊടുക്കാറുണ്ട്. പലരും മനസ്സിൽ ഒരുപാട് മുറാദുകളൊക്കെ ഹാസിലാവാൻ ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവിൻ്റെ അന്ന് യാസീൻ ഓതുന്ന യാസീനിൻ്റെ ചീരണി എൻ്റെ വകയാണ് ഉസ്താദെ, നിങ്ങൾ ദുആ രക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയും കൊടുക്കാം, അതുമൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ആ പായസമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പായസമാവട്ടെ, ചീരണിയാവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, അത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയും കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ യാസീനൊക്കെ ഓതുന്ന സമയത്ത് നല്ല നിയ്യത്തോടെ മറ്റ് ശ്രദ്ധകളൊന്നും വരാതെ ആദ്യത്തെ യാസീൻ ഭയങ്കര ഉഷാറ് റാഹത്തായിട്ട് ഓതും, രണ്ടാമത്തെ യാസീൻ കുറച്ച്, മൂന്നാമത്തെ യാസീനാകും മടുത്ത്, അങ്ങനെ ഒരു സാഹചര്യം വരുത്. വേറെ ചിന്തയിലൊക്കെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി, അങ്ങനെയൊന്നും ഓതരുത് കേട്ടോ, അങ്ങനെയൊന്നും ഓതരുത്. ഇപ്പോൾ നമുക്ക് ഒരു യാസീൻ ഓതി ആ എനർജി തന്നെ നമുക്ക് എന്താവണം, എനർജി കൂടണം രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ, അതിനേക്കാൾ എനർജി ആവണം മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊന്ന് വെള്ളമൊക്കെ കുടിച്ച് മോക്ക് കഴിയിട്ട് ഒന്നുകൂടി കൊതു എടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ യാസീൻ ഓതാം. അപ്പോൾ ഒരു ഉഷാറുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടെ നല്ല രൂപത്തിൽ യാസീൻ ഓതുക. യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ വുദൂ മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. മനുഷ്യനാണല്ലോ, സ്വാഭാവികമാണ്, അങ്ങനെ വുദൂ മുറിഞ്ഞു പോയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? വുദൂ മുറിഞ്ഞാൽ യാസീൻ ഓത്ത് തുടരണോ, അല്ലെങ്കിൽ ഞങ്ങൾ വുദൂ എടുത്തിട്ട് വന്നിട്ട് ഓതണോ, അതോ ഓതിക്കൊണ്ടിരിക്കുന്ന യാസീൻ തുടക്കം മുതൽ ഓതണോ, അതോ ബാക്കി ഓതിയാൽ മതിയോ? അങ്ങനെ പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഖുർആൻ വെച്ചാണ് ഓതുന്നത് അല്ലെ, ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം അങ്ങനെ യാസീൻ ഓതുകയാണ്. അപ്പോൾ കുറച്ചായപ്പോൾ നമ്മുടെ വുദൂ മുറിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഖുർആൻ അപ്പം തന്നെ മടക്കി മാറ്റിവെക്കുക. ഖുർആൻ അപ്പം തന്നെ എടുത്ത് മാറ്റിവെക്കുക. കാരണം നമുക്ക് വുദൂ ഇല്ലാതെ നമുക്ക് ഖുർആൻ തൊടാൻ പാടില്ല. പക്ഷെ ഖുർആൻ ഓതാൻ പറ്റും. അപ്പോൾ കാണാതെ അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ഖുർആൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വുദൂ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഖുർആൻ ബാക്കി സൂറത്ത് യാസീൻ അത് തുടർത്തിക്കൊണ്ട് ഓതാൻ പറ്റുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഏറ്റവും നല്ലത് നമ്മൾ വുദൂ മുറിഞ്ഞാൽ ഖുർആൻ അവിടെ മടക്കി വെച്ചിട്ട് പോയി വുദൂ എടുത്തിട്ട് വരിക. എന്നിട്ട് എവിടെയാണോ നമ്മൾ നിർത്തിയത് ബാക്കി നമുക്ക് ഓതി പൂർത്തിയാക്കിയാൽ മതി. പിന്നെ ആദ്യം തൊട്ടേ ഓതേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയാണോ ഓതി നിർത്തിയത് ബാക്കി ഓതിയാൽ മതിയാകുന്നതാണ്, കുഴപ്പമില്ല. മറ്റൊരു സംശയം, ഉസ്താദെ, യാസീൻ ഓതുമ്പോൾ ഞങ്ങൾ തജ്വീദ് അനുസരിച്ചല്ലേ ഓതേണ്ടത്? ഞങ്ങൾക്ക് തജ്വീദൊന്നും അറിയില്ല.
നമുക്ക് എന്താണ് ഇപ്പം തജ്വീദ് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലാതെ നമുക്ക് എന്താണ് ഓതാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ മതി. അതായത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇൻഷാ അല്ലാഹ് ഓതുന്നുണ്ട്, ആ ഓത്ത് കേട്ടിട്ട് നിങ്ങൾ ഖുർആൻ എടുക്കുക, അത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലാണോ നിങ്ങൾ വെക്കുന്നത് അത് വെക്കുക. എന്നിട്ട് എൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ ആ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നിങ്ങളും അതിൻ്റെ കൂടെ ഓതിയാൽ നമുക്ക് പരമാവധി തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഓതാൻ പറ്റും. യാസീൻ എന്ന വാക്ക് തന്നെ ചിലപ്പോൾ പലരും തെറ്റിച്ചാണ് ഓതാറുള്ളത്. എങ്ങനെയാ? യാസീൻ അങ്ങനെയാണോ? അത് തെറ്റാണ്, അങ്ങനെയല്ല. അതുപോലെ തന്നെ യാസീൻ, അതുപോലെ തന്നെ യാസിൻ അങ്ങനെയാണോ? അതുമല്ല. പിന്നെയോ യാസിൻ അങ്ങനെയാണോ ഓതേണ്ടത്? അങ്ങനെയുമല്ല. യഥാർത്ഥ രൂപം എന്താണ്? യാസീൻ, യാന്ന് നീട്ടണ്ട, യാസീൻ, അസീനാണ് നീട്ടേണ്ടത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം അല്ലേ? വൽ ഖുർആനി എന്നല്ല, ഖുർആനി അങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ ഓരോ ആയത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് എന്താണ് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഓതുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് ഓതും. മഗ്‌രിബ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മഗ്‌രിബ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ വരുന്ന യാസീൻ ആ മജ്‌ലിസ് എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുക. നമ്മൾ ഓതുന്ന യാസീനൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പുണ്യങ്ങൾ നേടാൻ അല്ലാഹു നമുക്കതുമായി ബന്ധപ്പെട്ട് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദെ ദ്വാരക്കണേ, പരിശുദ്ധമായ രാവുകളൊക്കെ വരുമല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയും അവരുടെയും ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ തരുമാറാവട്ടെ. അതുപോലെ തന്നെ പുണ്യമായ ബറാഅത്ത് രാവിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.